ആറന്മുള വിമാനത്താവള പദ്ധതി നീക്കം വീണ്ടും സജീവമാക്കി ഭൂവുടമ. പദ്ധതി പ്രദേശത്ത് വീണ്ടും ഡ്രോൺ പരിശോധന നടത്തിച്ച മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിൽ യുഡിഎഫ് സർക്കാരിന് പദ്ധതിയോട് അനുകൂല നിലപാടെന്നും അബിൻ വർക്കി എംഎൽഎയും ആന്റോ ആന്റണി എംപിയും ഒപ്പമുണ്ടെന്നും ഭൂവുടമയുടെ വാദം. വിവരങ്ങൾ നൽകാൻ ഗോകുൽ രമേശ് ചേട്ടനുണ്ട്. വീണ്ടും ഗോകുൽ, ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉടലെടുക്കുകയാണോ ആറന്മുളയിൽ? അതായത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറെ 6 മാസം പോലും പിന്നിട്ടില്ല. അതിനു മുൻപേ തലപൊക്കുകയാണ് ഭൂമാഫിയ. പ്രത്യേകിച്ച് ഹരിത ട്രിബ്യൂണലിന്റെ വിധിയുണ്ട് ഈ ഒരു പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് വീണ്ടും വിമാനത്താവള പദ്ധതിക്കായി ചരട് വലിക്കുന്നത് സംസ്ഥാന സർക്കാരും ഒപ്പം ഈ ഭൂ ഉടമയും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, അതുതന്നെയാണ് 2014 പൂർണ്ണമായിട്ടും തടയിട്ട കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ ഒഴിവാക്കിയ ഒരു പദ്ധതിക്കാണ് വീണ്ടും ഇത്തരത്തിൽ യുഡിഎഫ് സർക്കാർ ചേർന്നുകൊണ്ട് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതി അവിടുത്തെ പാരിസ്ഥിതിക ആഘാതം, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഹരിത ട്രിബ്യൂണലും ഒക്കെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പതിറ്റാണ്ടിന് ശേഷം ആ പദ്ധതിക്ക് വീണ്ടും ജീവൻ നൽകുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അബിൻ വർക്കി എംഎൽഎ ആറന്മുളയുടെ എംഎൽഎ ആയിട്ട് വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ ഈ രീതിയിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ വീണ്ടും ആരംഭിക്കുമെന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. എന്തായാലും അതിന്റെ തുടർ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഡ്രോൺ പരിശോധന, സാധ്യതാ പഠനത്തിന്റെ ഡ്രോൺ പരിശോധന ഇപ്പോൾ നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പരിശോധന നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2ാം ഘട്ട ഡ്രോൺ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകും, വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ഈ മൗണ്ട് സിയോൺ ഉടമയായിട്ടുള്ള ഈ ഭൂ ഉടമയായിട്ടുള്ള എബ്രഹാം എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികളൊക്കെ, ഈ പ്രാഥമിക നടപടികൾ ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം അവിടെ നിന്നും ആരെയും കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോൺ പരിശോധനയെന്നും ഒക്കെയാണ് എബ്രഹാം കലമണ്ണിൽ പറയുന്നത്. മാത്രമല്ല, ഈ എബിൻ വർക്കി, ആന്റോ ആന്റണി എംപി അടക്കമുള്ള നേതാക്കളുടെ കൂടി ആ സഹായത്തിലും അവരുടെ പിന്തുണയോടും കൂടിയിട്ടാണ് ഈ പദ്ധതിക്ക് വീണ്ടും നടപടികൾ പുനരാരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എബ്രഹാം കലമണ്ണിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതിന്റെ പേപ്പർ നടപടികൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ADMന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ എന്തായാലും ഈ അബിൻ വർക്കിയും അതോടൊപ്പം തന്നെ UDF സർക്കാരും ചേർന്നുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ പദ്ധതിയെ വീണ്ടും അവിടെ ആവിഷ്കരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒപ്പം ആറന്മുളയിലെ ജനങ്ങളെ തീർത്തും വഞ്ചിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഈ UDF സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ അബിൻ വർക്കി MLAയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് 2010-14 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടന്നിരുന്നതാണ്. കുമ്മനം രാജശേഖരന്റെയും സുഗതകുമാരി ടീച്ചറിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് അവിടെ ആറന്മുളയുടെ പൈതൃകവും അവിടുത്തെ പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിമാനത്താവളത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സമരപരിപാടികളും ഒക്കെ തന്നെ നടന്നത്. ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട്, കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. നേരത്തെ അബിൻ വർക്കി ആദ്യഘട്ടത്തിൽ പത്രസമ്മേളനത്തിൽ ഈ പദ്ധതിയുടെ ആലോചനകൾ വീണ്ടും നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഈ കർമ്മസമിതിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് ഈ പദ്ധതിയുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് ചെറുക്കുന്നതിനും തടയിടുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ തങ്ങളുടെ പക്കലുണ്ട്. പ്രത്യേകിച്ച് നിർണായകമായിട്ടുള്ള കോടതി ഉത്തരവുകൾ അടക്കം തങ്ങളുടെ പക്കലുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ആലോചനകളെ തടയിടുമെന്നുള്ളതായിരുന്നു കർമ്മസമിതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രാഥമിക നടപടികൾ ഇവർ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ, പ്രതിരോധ നടപടികൾ കർമ്മസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കർമ്മസമിതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർത്തും ഇത്തരത്തിൽ നിയമപരമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമെന്നും കർമ്മസമിതി ഭാരവാഹികൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ല, ഇവർ കൂടുതൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുമ്പുണ്ടായതുപോലെ തന്നെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനങ്ങളെ കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നുള്ളതാണ് കർമ്മസമിതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി അതിന്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 1ാം ഘട്ട ഡ്രോൺ സർവേയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 2ാം ഘട്ടത്തിനായിട്ട് ഉടനെ തന്നെ ഈ വിദഗ്ധ സംഘം അവിടെ എത്തും. 100 ഏക്കർ പുഞ്ചപ്പാടത്താണ് ഇപ്പോൾ 1ാം ഘട്ട ഡ്രോൺ പരിശോധന നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ എബ്രഹാം കുഴിമണ്ണിൽ എന്ന് പറയുന്ന ഭൂവുടമ, അയാളുടെ ഒക്കെ ഗൂഢലക്ഷ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അവിടെ പല അനധികൃത ഇടപാടുകളും ഈ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു വിമാനത്താവള പദ്ധതി
പദ്ധതി അതിന്റെ മറയാക്കിക്കൊണ്ട് വരാനാണ് ഇവരൊക്കെ തന്നെ ശ്രമിച്ചത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ആറന്മുളക്കാർ കൃത്യമായിട്ട് നിലപാടെടുക്കുകയും അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്തായാലും ഒരിക്കൽ ഇത്തരത്തിൽ തൂത്തെറിയപ്പെട്ട ഒരു പദ്ധതിയാണ് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് കൊണ്ടുവരാനായിട്ട് അബിൻ വർക്കി MLA അടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് ഇപ്പോൾ അതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഈ എബ്രഹാം കലമണ്ണിൽ അയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അയാൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു